ഹലോ, ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ദേ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇന്ന് ശനിയാഴ്ചയല്ലേ, അപ്പോൾ കുറച്ച് വൈകിയാണ് എണീറ്റത്. ഒരു 8 മണിയായപ്പോഴാണ് കേട്ടോ എഴുന്നേറ്റത്. എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള ദിവസമൊക്കെ 5:30 മണിക്കൊക്കെ എണീക്കണമല്ലോ, മോൾക്ക് സ്കൂളിൽ പോണത് കാരണം. അപ്പോൾ രാവിലത്തെ പരിപാടികളും മോളെ കൊണ്ട് ട്യൂഷനാക്കിയതിന് ശേഷം ഞാൻ ദേ ഉച്ചക്കത്തെ പണിയിലോട്ട് കടക്കുകയാണ്. ആദ്യം തന്നെ കഞ്ഞിക്ക് ഇട്ടിട്ടുണ്ട്, അരിയും കഴുകി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഇത്തിരി വെള്ളത്തിൽ കുറച്ച് ഇഞ്ചി ഒന്ന് തിളപ്പിച്ച് വെക്കണുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും ചെറിയ രീതിയിലുള്ള ചുമയും പനിയുടെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വെള്ളം നല്ലതാണെന്ന് എനിക്ക് മുമ്പ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കഫക്കെട്ടിനൊക്കെ നല്ലതാണ്. അപ്പോൾ അത് കാരണം കുറച്ച് തിളപ്പിച്ച് വെക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് കറിക്ക് മത്തങ്ങ തേങ്ങ അരച്ച് വെക്കാമെന്നാണ് കരുതിയത്. അപ്പോൾ ഞാൻ മോളെ ട്യൂഷനാക്കണ ആ സമയത്ത് തന്നെ ചെറുപയറൊക്കെ ഒന്ന് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കഞ്ഞിക്കെട്ടണ ആ നേരത്ത് തന്നെ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ ഒരു കുക്കറിൽ ചെറുപയർ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മോളെ ആക്കി കഴിഞ്ഞതിന് ശേഷം മത്തങ്ങ മേടിച്ചു കൊണ്ടുവന്നു. ഇനി ഇത് അതൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കണേണ്. അപ്പോൾ ഇതേ മത്തങ്ങ തേങ്ങ അരച്ചതും ഉണക്ക മീനും വെക്കാമെന്നാണ് കരുതിയത്. കൊഴുവ എണ്ണ കിട്ടിയേക്കണത്, തീരെ ചെറുതല്ല, എന്നാലും നത്തോലി കൊഴുവെന്ന് പറയില്ല, അത്ര ഉള്ള സൈസിലുള്ള കൊഴുവയാണ് കിട്ടിയേക്കണത്. ഇനി ആദ്യം തന്നെ മത്തങ്ങയൊക്കെ ഒന്ന് വേവിക്കാൻ വെക്കണേണ്ട. ഞാൻ ഇന്ന് കുക്കറിൽ വെക്കണില്ല, സാധാ ചട്ടിയിൽ തന്നെയാണ് വെക്കണത്. എന്താണെന്ന് വെച്ചാൽ ഇത് അരിഞ്ഞപ്പോൾ കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മത്തങ്ങ പോലെ എനിക്ക് തോന്നി. അല്ലെങ്കിൽ ചില മത്തങ്ങ ഉണ്ടാവില്ല, നമുക്ക് ഈ തൊണ്ടൊക്കെ ചെത്തിയെടുക്കുമ്പോൾ ഭയങ്കര ഹാർഡായിട്ടിരിക്കണ പോലെ തോന്നും കേട്ടോ. അപ്പോൾ എന്തായാലും കുക്കറിൽ വെക്കാൻ ഞാൻ നന്നായി പെട്ടെന്ന് വേഗണം മത്തങ്ങയായിരുന്നു. അപ്പോൾ അതേ ഉണക്ക മീനൊക്കെ കഴുകി നല്ല രീതിയിൽ കഴുകി എടുക്കണം കേട്ടോ. എന്നിട്ട് ആദ്യം തന്നെ ചട്ടി ചൂടായി കഴിയുമ്പോഴേക്കും ഈ കഴുകി വെച്ചേക്കണം ഉണക്കമീൻ ഇട്ടിട്ട് അതിൻ്റെ പച്ചപ്പ് മാറിയതിന് ശേഷം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് വറുത്ത് കോരി എടുക്കണം. അപ്പോൾ അതേ ഈ മത്തങ്ങ നല്ല രീതിയിൽ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പഞ്ഞി പോലെ വേഗണം മത്തങ്ങയായിരുന്നു. അതിലോട്ട് ഈ ചെറുപയറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മത്തങ്ങ കറിക്കുള്ള അരപ്പിൻ്റെ അകത്ത് തേങ്ങ ഇട്ടിട്ടുണ്ട്, ജീരകം, വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക് അതും ഇട്ട് ഒന്ന് തിള വരുമ്പോഴേക്കും നിർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഉള്ളിയും കടുകൊക്കെ ഒന്ന് താളിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇങ്ങനത്തെയൊക്കെ കറികളൊക്കെ വെച്ച് തട്ടിക്കൂട്ടിയൊക്കെ അങ്ങോട്ട് പോകാം. കൂടെ ഉണക്കച്ചെമ്മീനോ അല്ലെങ്കിൽ ഉണക്കമീനോ മുട്ട വറുത്തൊക്കെ ഉണ്ടെങ്കിലൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഉള്ളി വെച്ചൊരു മരുന്നാണ്, മോക്കാണ് ഉണ്ടാക്കുന്നത്. മോൾക്ക് ചുമ അങ്ങോട്ട് മാറുന്നില്ല സത്യം പറഞ്ഞാൽ, മരുന്നെല്ലാം തീർന്നു. അപ്പോൾ ഇതെനിക്ക് ചെറുതിലേക്ക് അമ്മച്ചി ഉണ്ടാക്കി തന്ന മരുന്നാണ്. ഇതിപ്പോൾ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതിലോട്ട് കൽക്കണ്ട, ഇതിപ്പോൾ പനങ്കൽക്കണ്ടമാണ്. മുമ്പൊക്കെ സാധാ കൽക്കണ്ടമാണ് ചേർത്തിരുന്ന് വെച്ചത്. അതിനേലും നല്ല ഔഷധ ഗുണമുള്ളതാണ് ഈ പനങ്കൽക്കണ്ടം. അതിങ്ങനെ പൊടിയായിട്ട് നമുക്ക് കടയിലൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടി ഇങ്ങനെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് ഇങ്ങനെ എടുത്തേക്കണേണ്. എന്നിട്ട് ഇതിൽ 100 തന്നെ വെള്ളം ഉണ്ടല്ലോ, ആ നീര് പോലത്തത്, ആ ഉള്ളിയുടെയും കൽക്കണ്ടത്തിൻ്റെ ആ നീര്, അത് നമുക്ക് സ്പൂൺ വെച്ച് പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുമാതിരിയുള്ള കഫക്കെട്ടിനൊക്കെ ഭേദമായി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് വലിയവർക്ക് വേണമെങ്കിലും കഴിക്കാവുന്നതേ ഉള്ളൂ. ഈ മരുന്നൊക്കെ കഴിച്ച് മാറാത്ത ഈ ചുമയുണ്ടല്ലോ, ഇതൊക്കെ കൊണ്ട് മാറ്റിയെടുക്കാം. കുറച്ച് തട്ടിക്കൂട്ട് പൊടിക്കൈകളൊക്കെ ആയിട്ട്. അപ്പോൾ അതേ ഒരു പപ്പങ്ങ ഞാൻ മറ്റേ മാർക്കറ്റിൽ പോയപ്പോഴേക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല പപ്പങ്ങയായിരുന്നു കേട്ടോ, നല്ല മധുരം ഉണ്ടായിരുന്നു. അതിൻ്റെ ഷേപ്പ് ഒരു വളഞ്ഞിരിക്കുന്ന ഷേപ്പായിരുന്നു, പക്ഷേ ഉള്ളൊക്കെ നല്ല റെഡ് കളറായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് ഞാൻ ഇന്നലെ മാർജിൻ ഫ്രീ പോയപ്പോൾ പച്ചക്കപ്പലണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് വറുത്തെടുക്കാമെന്ന് കരുതി. ഈ പച്ചക്കപ്പലണ്ടിയിലോട്ട് ഒരു ഇത്തിരി ഉപ്പ്, ഒത്തിരി കൂടി പോരുത്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ, അത് ഒരു തുള്ളി മതിയേ, അതൊന്ന് മിക്സ് ആകാൻ വേണ്ടി മാത്രം മതി. എന്നിട്ടിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. രാവിലെ തിളപ്പിച്ച ആ ഇഞ്ചി വെള്ളം ഉണ്ടല്ലോ, അത് ഞാൻ ഫ്ലാസ്കിലോട്ട് ഒഴിച്ച് വെക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുത്ത് ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കണേണ്. ഇനിയിപ്പോൾ കപ്പലണ്ടി ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് വറുത്തെടുക്കാമെന്ന് കരുതി. 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ഉച്ചഭക്ഷണവും പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കട്ടിയുള്ള ചീനച്ചട്ടിയാണ് എടുത്തേക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ആദ്യം തന്നെ നല്ല തീയിലങ്ങാട് വെക്കണം. അതിനുശേഷം ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും കപ്പലണ്ടി ഇട്ട് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് വലിയ തീയിൽ തന്നെ വെച്ചേക്കണം. അതിനുശേഷം വീണ്ടും ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിപ്പോൾ നമുക്ക് ഉള്ളു വേകുകയും ചെയ്യണം, കപ്പലണ്ടി നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യണമല്ലോ. അങ്ങനെ തീ കൂട്ടിയും കുറച്ചൊക്കെ അങ്ങോട്ട് നോക്കി ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ തൊലിയൊക്കെ ഇങ്ങനെ വിണ്ടിരിക്കണം കണ്ടോ. എന്നിട്ട് ഇപ്പം തന്നെ നമ്മൾ കപ്പലണ്ടി കഴിക്കാമെന്ന് വിചാരിക്കാതെ ഇതിൻ്റെ കുറച്ച് നേരമുള്ള ചൂടൊക്കെ മാറി കഴിയുമ്പോൾ മാത്രമേ ഇതിൻ്റെ തൊണ്ടൊക്കെ ഇങ്ങനെ വിട്ടുപോരുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും ഒന്ന് സപ്പോർട്ട്